ഇപ്പോഴോ? ഓക്കെ ഓക്കെ. ഞാൻ കൂടുതൽ മറ്റുള്ള ഡിസ്കഷനൊക്കെ ഇതിന്റെ ഇടയിൽ ചെയ്യാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നടത്താം. നമ്മുടെ ക്ലാസ് അതുപോലെ തന്നെ നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെല്ലാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു PDF, ഈ ഒരു ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഓതർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇതിൽ ഒരു പിന്നെ നമ്മുടെ സിലബസും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. അതായത് ഇവിടെ റെക്കോർഡിങ്സ് കാണിക്കുന്നില്ലേ? റെക്കോർഡിംഗ് എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ വിൻഡോയില് ഒരു ചുവന്ന റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഒരു ചുവന്ന അതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, മിസ്സാവുന്നുണ്ടോന്നൊക്കെ. ഓക്കെ, BComന്റെ സിലബസും ഉണ്ട്, അതുപോലെ തന്നെ BBയുടെ സിലബസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. അതായത് ചിലപ്പോൾ ആവശ്യത്തിലേറെ കണ്ടന്റ് മറ്റ് യൂണിവേഴ്സിറ്റിന്റെ കൂടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ആ ഒരു സിലബസ് ഓറിയന്റ് ഇതായിട്ട് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാ പോവുക. ഏകദേശം 95% കേസും ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയാണ്. ഞാൻ അതും കൂടെ ഒന്ന് ഉണർത്തുകയാണ്. അനാവശ്യമായിട്ടുള്ള സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യൂല എന്ന് പറയും. ഓക്കെ, രണ്ടും കൂടെ മിക്സ് ചെയ്തായതുകൊണ്ടേ രണ്ടിന്റെ കൂടെയാണ്. ഓക്കെ, അപ്പോ നമ്മളെ ചാപ്റ്ററിന് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് നമുക്ക് സബ്ജക്റ്റ് പഠിക്കാനും സബ്ജക്റ്റിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ബേസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എക്സംപ്റ്റഡ് ഇൻകം പറയുന്നുണ്ട്, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇത് BComന്റെ ബുക്ക് ആയതുകൊണ്ട് ഇത്രേ BComൽ കാണുള്ളൂ. BBAയുടേതാണ് ഞാൻ പറഞ്ഞല്ലോ, BBAയുടെ മാറ്റേണ്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. BBAയുടെ ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ BBAക്ക് 2-3 പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവരോട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട്, ലാസ്റ്റ് ഭാഗമാണല്ലോ, ലാസ്റ്റ് മൊഡ്യൂളും ആണല്ലോ, അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതാണ് നമ്മുടെ അപ്രോച്ച്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ടെക്സ്റ്റിനെ ആയിരിക്കൂല കൂടുതൽ ക്ലാസ്സിൽ കാണിക്കുക. ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു പോവുകയുള്ളൂ. കാരണം എനിക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഞാൻ പലപ്പോഴും ബോർഡായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. വായന എന്നുള്ളതിനപ്പുറത്തേക്ക് കൺവേ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ വായിച്ചർത്ഥം വെക്കുന്ന രീതി ഡിഗ്രി ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ രീതിക്ക് പുറമെ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. സ്ക്രീന് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് 1ലേക്ക് പോവാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. അത് ഈ ഏരിയ ആണെന്ന് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും പറഞ്ഞും തരും. ആ രീതിയിലാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ ക്ലാസ് ഒന്നും നിങ്ങൾ എക്സാക്ട് ടെക്സ്റ്റിൽ ആ പേജ് ബൈ പേജ് പ്രതീക്ഷിക്കരുത്. കാരണം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇൻട്രോ പറയാനും അതേപോലെ തന്നെ ചില കണ്ടന്റുകൾ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു ദിവസം മിക്സ് ചെയ്യാനൊന്നും കഴിയൂല. അത് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് അനുസരിച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡിലേക്ക് പോകും, വീണ്ടും ബേസിക് പറയും, ഡീറ്റെയിൽഡിലേക്ക് വരും, അവസാനം ഡീറ്റെയിൽ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ബേസിക്സ് കുറച്ച് ബാലൻസ് ഉണ്ടാവും, അത് നമ്മൾ ഓൾറെഡി ഡിസ്കഷന്റെ ഇടയിൽ കഴിഞ്ഞതായിരിക്കും, അത് സമ്മപ്പ് ചെയ്യും. ആ രീതിയിലായിരിക്കും. എന്നതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് മുഴുവൻ ആ ചാപ്റ്റർ നമ്മൾ എടുക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരും എവിടെയാണ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും ടെക്സ്റ്റ് നമ്മളെല്ലാം കംപ്ലീറ്റ്ലി 100% ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം സ്വാഭാവികമായിട്ടും വരും. പ്രോബ്ലം നമ്മൾ ടെക്സ്റ്റ് തന്നെ എടുത്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നോക്കാം. ഇല്ലാന്ന് പ്രതീക്ഷിക്കാണ്. ഞാൻ ക്ലാസ്സിലേക്ക് പോകും. ഇൻകം ടാക്സ് എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്.
ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ രണ്ട് ടേമിൽ തന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാക്സ് എന്ന് പറയുന്നത് ലെവി ഓർ ചാർജ് ബൈ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവി, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ലെവി ഓർ ചാർജസ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് നടത്തുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ലെവി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചാർജിനാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടാക്സിനെ നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. എന്താണ് രണ്ട് ടാക്സ് എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആയിരിക്കും, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആയിരിക്കും. ഇത് പേര് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ നമുക്ക് അറിയാത്ത എന്തോ സംഭവമാണെന്ന്. പക്ഷെ ഇതൊക്കെ രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ സമയത്തും വരുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോ രാവിലെ എണീക്കുന്ന ബെഡിന് നിങ്ങൾ 18% GST കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു ബെഡിലാണ് നിങ്ങൾ കിടക്കുന്നത്. അതേസമയം നിങ്ങൾ അതേ ദിവസം പുതച്ചിട്ടുള്ള പുതപ്പിന് ചിലപ്പോൾ 5% GST ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ബ്രഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രഷിന് 18%, പ്ലാസ്റ്റിക് ബ്രഷ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിലല്ലേ ബ്രഷ് ഉള്ളൂ. അങ്ങനെ ഓരോ ഐറ്റം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾ 18, 5, 12 അല്ലെങ്കിൽ 28% GSTയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിലേക്ക് വാങ്ങുന്ന പാക്ക്ഡ് അരിയാണെങ്കിൽ അതിന് വരെ നിങ്ങൾ GST പേ ചെയ്യുന്നുണ്ട്. അതായത് പാക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ലാബിലുള്ള കമ്പനിയുടേതാണെങ്കിൽ, അപ്പൊ ഡെയിലി നമ്മൾ ടാക്സ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നർത്ഥം. ഏതൊരു വ്യക്തിയും ടാക്സുമായി അത്രയും അഭേദ്യമായിട്ടുള്ള ബന്ധത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുകൊണ്ട് പേരേ നമുക്കറിയാത്തുള്ളൂ. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് തീരുമാനാക്കുക. അതിനുശേഷം ഞാൻ ഇൻകം ഏരിയയിലേക്ക് വരാം. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും ആ ഒരു ഡിസ്കഷൻ കണ്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചെറുതായിട്ടൊന്ന് പറഞ്ഞുള്ളൂ, ഡിഫറൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ടാക്സിനെ മനസ്സിലാക്കുക. അതായത് ടാക്സ് രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്: ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ടാക്സ്. ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ഓഫ് ടാക്സും ഒരേ ഒരു വ്യക്തിയുടെ മേലിലാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാൽ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ഓഫ് ടാക്സും രണ്ടും രണ്ടാളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. രണ്ട് ടേമുകൾ മനസ്സിൽ വരിക. എന്താണ് ഇമ്പാക്ട് ഓഫ് ടാക്സും ഇൻസിഡൻസ് ഓഫ് ടാക്സ്? ഈ രണ്ട് കാര്യങ്ങൾ രണ്ടും ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാൽ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ഓഫ് ടാക്സും വ്യത്യസ്ത വ്യക്തികളിലാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. GST എന്ന് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒന്നും കൂടെ ക്ലിയർ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ GST എമൗണ്ട് ആരാ പേ ചെയ്യുന്നത്? GST കടക്കാരനാണ് പേ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കടക്കാരൻ ആരാ കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. ആരാ കൊടുക്കുന്നത്? ഫൈനൽ കൺസ്യൂമർ ആ കൊടുക്കുന്നത്. അപ്പൊ ഇൻസിഡൻസ് ഫൈനൽ ബേർഡൻ ആർക്കാ വരുന്നത്? ഫൈനൽ കൺസ്യൂമറിനാ വരുന്നത്. എന്നാൽ അത് പേ ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാ വരുന്നത്? കടക്കാരനുമാണ് വരുന്നത്, ട്രേഡറിനുമാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടാളെടുത്താണുള്ളത്. ബേർഡൻ മറ്റൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ബേർഡൻ മറ്റൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താ ബേർഡൻ? എടാ, ടാക്സ് പേ ചെയ്യാനുള്ള ബേർഡൻ ആരെടുത്താണ്? GSTന്റെ കേസിൽ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് GST കൂട്ടിയിട്ട് GST ആഡ് ചെയ്തിട്ട് 118 രൂപക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് പേ ചെയ്യുന്ന ആളാരാ? കൺസ്യൂമർ ആണ്, ഫൈനൽ കൺസ്യൂമർ ആണ്. എന്നാൽ ഇത് ആരാണ് ഗവൺമെന്റിലേക്ക് എത്തിക്കേണ്ടത്? ട്രേഡർ ആണ്. അപ്പോ ഈ ഒരു ബേർഡൻ, ഫൈനൽ ബേർഡൻ ആയിട്ടുള്ളത് മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെ നേരെ മറിച്ച് ഇൻകം ഞാൻ ഏൺ ചെയ്തിട്ടെന്ന് കരുതുക. ഇൻകം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാലറി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാ ടാക്സ് കൊടുക്കേണ്ടത്? ഞാൻ തന്നെ ടാക്സ് കൊടുക്കണം. അത് വേറൊരാളെ തലയിലേക്ക് വെച്ച് കെട്ടി പോകാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് തന്നെ
ഞാൻ ഡയറക്ട്ലി ഇൻവോൾവ് ആണ് ആ ടാക്സിൽ, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ടാക്സാ. എന്നാൽ എന്റെ ടാക്സിൽ ഞാൻ ഇൻഡയറക്ട്ലി ആണ് ഇൻവോൾവ് ആവുന്നത്. ഏത്? GST വാങ്ങുമ്പോൾ. അതാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒന്നും കൂടെ നമ്മൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ വായിച്ചു പോകുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇഫ് ടാക്സ് ഈസ് ലെവിഡ് ഡയറക്ട്ലി ഓൺ ഇൻകം ഓർ വെൽത്ത് ഓഫ് എ പേഴ്സൺ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ മേലോ വെൽത്തിന്റെ മേലോ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ടാക്സ് ഇസ് ലെവിഡ് ഓൺ പ്രൈസ് ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ്, ഒരു ഗുഡ്സിനോ സർവീസിനോ പ്രൈസിന്റെ രീതിയിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോ സർവീസ് വാങ്ങുമ്പോ കൊടുക്കുന്ന ടാക്സിന്റെ പേരെന്താണടാ? അതിന്റെ പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ ഉള്ള മെയിൻ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് GST ആണ്. പിന്നെ പുറത്തേന്ന് സാധനം വരുമ്പോ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോ. ഓക്കെ, പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പെട്രോളിയം ഉൽപ്പന്നം, അതുപോലെ തന്നെ കള്ള് പോലത്തെ അല്ലെ, അത് ആൽക്കഹോള്, അത്തരം സാധനങ്ങളൊക്കെ എക്സൈസ് ഡ്യൂട്ടിയും കൂടെ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള മേജർ പോർഷൻ ഓഫ് ഇൻകം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അത് GST തന്നെയാണ്. ഇനി ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ടാക്സും ആണ് പറയുന്നത്. ഇത് രണ്ടും ഒരേ വ്യക്തിയിലാണ്. എന്താ ഇൻസിഡൻസ്, എന്താണ് ഇമ്പാക്ട്? ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് ലീഗൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ബേർഡൻ, അതിന്റെ അവസാനത്തെ ഉത്തരവാദിത്തം ആർക്കാണ്. അതായത് ഫൈനലി അതിന്റെ ആ ഒരു ബേർഡൻ ആരാണ് സഹിക്കുന്നത്, അതാണ് ഇൻസിഡൻസ്. അതായത് ഫൈനലി കൺസ്യൂമർ ആണ് ഈ ഒരു ടാക്സിന്റെ ബേർഡൻ സഹിക്കുന്ന ആള്. അതുകൊണ്ട് തന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഇമ്പാക്ട് ഓഫ് ടാക്സോ മാറാൻ സാധ്യത ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ടാക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് സെയിം പേഴ്സൺ ആയിരിക്കും ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ഓഫ് ടാക്സും. അതുപോലെ തന്നെ ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ രണ്ടും വ്യത്യസ്ത വ്യക്തികളുടെ പേരിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻകത്തിന്റെ മേലില് അല്ലെങ്കിൽ നമ്മുടെ വെൽത്തിന്റെ മേലിൽ ഡയറക്ട്ലി നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്, നമ്മൾ ഏൺ ചെയ്ത ഇൻകം ആണ്, അതിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ പ്രൈസ് ഗുഡ്സിന്റെ മേലിലൊക്കെ കൊടുക്കുന്നതിന് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. കാരണം നമ്മളല്ല അൾട്ടിമേറ്റ്ലി അത് പേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അറിയാതെ, നമ്മളിപ്പോ ടാക്സ് കൊടുക്കേണ്ടതെന്ന് പലപ്പോഴും നമ്മളെ ചിന്തിക്കുന്നില്ല. അറിയാതെ എത്രടാ ഈ പേനക്ക് 10 രൂപ എന്നാ കൊടുത്തോ, പക്ഷെ അതിൽ 2 രൂപ ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് നമ്മളെ അടുത്തുനിന്ന് ഇൻഡയറക്ട്ലി വാങ്ങുക, നേരെ പിടിച്ചു വാങ്ങാണോ? അല്ല. ഓക്കെ, ഇനി ഇതുപോലെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ഈ 2 കണ്ടന്റ് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ തിരിച്ചു വരും അപ്പൊ പറയാം. ഇപ്പൊ നിങ്ങൾ 2 ടാക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് ഡയറക്റ്റ് ടാക്സ് ആണ്, ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ചുരുങ്ങിയത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്, അത് ഡയറക്റ്റ് ആണ്, അത് ഡയറക്റ്റ് ടാക്സ്. എന്നാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, എടാ നമ്മളൊരു അൽഫാമും മന്തി റൈസും കഴിക്കുകയാണെങ്കിൽ 5% GST കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12% GST കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ബർഗർ കഴിക്കുമ്പോൾ അതിന് നമ്മൾ 18% GST അല്ലെങ്കിൽ 5% GST നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ബർഗറിന്റെ എമൗണ്ട് എത്ര പറയുന്നുള്ളൂ? 100 രൂപ അല്ലെങ്കിൽ 80 രൂപ. അതിന് ഇൻഡയറക്ട്ലി നമ്മുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ടും കൂടെ ആ പ്രൈസിന്റെ കൂടെ പിടിച്ചു പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഡയറക്ട്ലി ഗവൺമെന്റ് കൊടുക്കുകയാണോ? അല്ല, നമ്മൾ ഡയറക്ട്ലി ആർക്കേ കൊടുക്കുന്നുള്ളൂ? ട്രേഡർക്കേ കൊടുക്കുന്നുള്ളൂ. ആ ട്രേഡർ ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പിടിക്കുന്നതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതിന്റെ അടിക്കുള്ളതൊന്നും ഞാൻ ഇപ്പൊ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഞാൻ പിന്നൊരുക്കെ വരും വായിക്കാൻ. ഇപ്പൊ അതിന്റെ ആ ഡയറക്റ്റ് ടാക്സ് എന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്തെന്ന് മാത്രം മനസ്സിലാക്കാൻ അത് ക്ലിയർ ആണോ അല്ലേ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ചാറ്റിലേക്കൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചാല് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ക്രീനായിരിക്കും ഞാൻ കാണുക, അതുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ എന്താണ് ഇത്തരം ചാർട്ട് നോട്ടുകളൊക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അൾട്ടിമേറ്റ്ലി
നമ്മൾ എത്ര വലിയ ടെക്സ്റ്റ് ഉണ്ടെങ്കിലും ലാസ്റ്റ് ഈ ചാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആയിരിക്കും നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് തരും. അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ ലൈവിലൊന്നും എൻ്റെ കൂടെ ഉണ്ടാവുക, കൃത്യമായിട്ട് പഠിക്കുക. ഫൈനലി നമുക്ക് നല്ലൊരു ഗ്രേഡ് എ മുതൽ അങ്ങോട്ട്, ഇതിന്റെ താഴോട്ട് നമുക്കില്ല. ആ രീതിയിൽ തന്നെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. റെഡി ആണല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ സ്ക്രീൻ തന്നെ അല്ലേ കാണുന്നത്, വൺ നോട്ട് തന്നെ അല്ലേ കാണുന്നത്, വോയിസിൽ തന്നെ പറയണേ. വൺ നോട്ട് ക്ലാസിന്റെ നേരത്തെ കാണിച്ച PDF-ന്റെ ബാലൻസ് അല്ലേ എപ്പോഴും കാണുന്നത്? ഓക്കെ. എന്താ അറിയോ, ഞാൻ ക്ലാസ്സിനും ആളുകളൊക്കെ ഒന്ന് കൂടിയപ്പോ കുറച്ചും കൂടെ ലാപ്പും സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചും കൂടെ ഒന്ന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡിവൈസുകൾ ഒന്ന് ചെയ്തു, കുറച്ചും കൂടെ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ആ ഡിവൈസ് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് ടീച്ച് മിന്റ്, ഗൂഗിൾ മീറ്റ് അതായിട്ട് പോകുമ്പോൾ അതും ലാപ്പ് ആയിരുന്നു. അപ്പൊ പുതിയ ഡിവൈസ് പരിചയപ്പെട്ടു വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകം, ടാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ ഇൻകത്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻകം ഓരോന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിലബസ്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അതായത് ഒരുപാട് ഇൻകം ഉണ്ടെങ്കിലും, എത്ര പേരിലുള്ള ഇൻകം ഉണ്ടെങ്കിലും, സാലറി കിട്ടി, ബോണസ് കിട്ടി, റെന്റ് കിട്ടി, കമ്മീഷൻ കിട്ടി, ബ്രോക്കറേജ് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, ഡിവിഡൻഡ് കിട്ടി, ഇങ്ങനെ എന്ത് പേര് നിങ്ങൾ വിളിച്ചോളി, പക്ഷെ ഈ 5 ഹെഡിനുള്ളിൽ അത് തീർന്നിരിക്കണം. തീർത്തിട്ടില്ലെങ്കിൽ തീർത്തിരിക്കും, അത്രേ ഉള്ളൂ. തീരണം എന്ന് പറഞ്ഞാൽ ഇതിൽ തീരണം. ഒരു എംപ്ലോയർ എടുത്തുന്ന എംപ്ലോയിക്ക് സാലറി എന്തെങ്കിലും എമൗണ്ട് കിട്ടി അത് സാലറിയിലാണ് വരിക. അത് സാലറി ആവട്ടെ, കമ്മീഷൻ ആവട്ടെ, ബോണസ് ആവട്ടെ, ഡി ആവട്ടെ, HR ആവട്ടെ, ഈവൻ ഫുഡ്, എംപ്ലോയർ എന്നും ഉച്ചക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അതുവരെ സാലറിയിൽ വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അത്ര കണക്ക് ഗവൺമെന്റ് എടുക്കുമെന്ന്. എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ റൂൾ 2 പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റെന്റ് കിട്ടുന്നത്. ഏത് റെന്റ്? ബിൽഡിങ്ങിന്റെ റെന്റ്, അല്ലാതെ ഏതെങ്കിലും ജനറേറ്റർ വാടക കൊടുത്ത റെന്റോ പന്തല് വാടക കൊടുത്ത റെന്റോ അല്ല. ബിൽഡിങ്ങിന്റെ, ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ്. അതുകൊണ്ടാണ് റെന്റൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പോലെ ഇൻകം ഫ്രം റെന്റ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞത്? ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വേർഡ് മനസ്സിലാക്കണം. ഓക്കെ, PGBP, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിന് രണ്ടും ഇപ്പൊ തൽക്കാലങ്ങൾ ഒരു വേർഡായിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബിസി ആയിരിക്കുന്ന എന്താണോ അതിനാണ് ബിസിനസ് എന്നൊക്കെ പറയൂലേ. ഓക്കെ, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏതെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇതൊക്കെ പഠിച്ച് ക്വാളിഫൈ ചെയ്ത് വന്നിട്ടുള്ളതിനാണ് പ്രൊഫഷൻ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, CA, CMA, CS പോലത്തെ കാര്യങ്ങൾ. ക്യാപിറ്റൽ ഗെയിൻ, ഒരു ബിൽഡിംഗ് വിറ്റു, സ്വർണം വിറ്റു, ഇതൊക്കെ ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. ഇപ്പൊ 4 നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലേ, എന്നാൽ 1 നിങ്ങൾക്ക് കിട്ടാത്തതുണ്ട്, അതാണ് അതർ സോഴ്സ്. ഇത് ഏതിലും ചേർക്കാൻ ഒരു തരവും ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ അതർ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇനി ഏതെങ്കിലും പറയാത്തതുണ്ടെങ്കിൽ അതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഇൻകം. ഇതൊരിക്കലും മറന്നു പോരുതേ. എന്താണ് ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാലറി ഒരു ഇൻകം ആണ്, ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ്. ഇൻകത്തിന് ശരിക്കും 5 ഹെഡാക്കി തിരിച്ചു. അതിൽ ഒന്നാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ ഹെഡാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അടുത്ത ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ, ലാസ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. റെഡി അല്ലേ? ഈ 5 ഹെഡ് പഠിച്ചാൽ ഏകദേശം 60 മാർക്കിന്റെ അടുത്തെത്തി. ബാക്കി ബേസിക്സിലൊക്കെ ഉള്ളത്. ഓക്കെ, ഈ 5 ഹെഡുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നുണ്ടോ?
എന്റെ ഡീറ്റെയിൽ ക്ലാസ്സിന്റെ ഒരു പ്രശ്നം ഇതാണ്, അങ്ങനെ പറഞ്ഞതെന്ന് ചിലപ്പോൾ പറയും. അത് അങ്ങനെ ഒരു വിധം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങള് അടുത്തയിലേക്ക് പോവാൻ നമുക്കൊന്ന് പറഞ്ഞേക്കേണ്ടിട്ടോ. അതായത് നമ്മള് ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ബാക്കിൽ വന്നോന്ന് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ആയെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, ഞാൻ ചോദിക്കാം, അപ്പൊ അതിനനുസരിച്ച് പോന്നാ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയട്ടോ. അതായത് എനിക്ക് നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മുഖം നോക്കി ക്ലാസ് എടുക്കുന്ന സാധനം നടക്കൂലല്ലോ ഇതില്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാം. ഖദീജ അവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ കോസ്റ്റിങ്ങിന്റെ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ടവരാ? ആൻഡ്രോസ് ഉണ്ട്, യെസ്. ആ ഓക്കെ 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 ഓക്കെ. അപ്പോ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ഉണ്ട്, അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാധാരണ ഉണ്ടാവാറുണ്ട്. ഇനി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് സാറേ വന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കരുത്. പക്ഷെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രത്യേകത തന്നെ ഒരു 3-4-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടും. പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ, ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽഡ് 2 ദിവസത്തെ ഡെമോ ഉണ്ടായിരുന്നു. അതിലൊക്കെ വന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ക്ഷമിക്കുക, എനിക്ക് പറയല്ലാതെ മാർഗമില്ല, നമ്മൾ ക്ലാസ് അല്ലേ. അതുകൊണ്ട് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പറയാനുണ്ട്. പ്രീവിയസ് ഇയർ, എന്റെ കയ്യെഴുത്തൊക്കെ വളരെ ബോറാണ്. പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ, അസസ്മെന്റ് ഇയർ. ഓക്കെ, ഇതിനാദ്യം ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഇതെന്താണെന്ന് പറയാം. അതായത് 2024-25 2024-25 എന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് ഇപ്പൊ ലാസ്റ്റ് കംപ്ലീറ്റ് ആയ ഫിനാൻഷ്യൽ ഇയർ അല്ലെ. ഈ ഫിനാൻഷ്യൽ ഇയർ എന്നാ തുടങ്ങുന്നത്? 1/4/2024 സ്റ്റാർട്ട് ചെയ്തു. എന്നാ അവസാനിച്ച്? 31/3, 2-3 മാസം മുമ്പ് 31/3/2025 അവസാനിച്ചു. 2025 അവസാനിച്ചു. ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് ശ്രദ്ധിക്കണേ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കാൻ കഴിയോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക. ഉദാഹരണം, വലിയ വലിയ കമ്പനികൾ, ടാറ്റ പോലത്തെ കമ്പനികൾ, അവരൊക്കെ 365 ദിവസവും 24 മണിക്കൂറും റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ ഒന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സാധ്യതയില്ല, മാനുഫാക്ചറിങ് കൺസേൺ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം തീയതി രാത്രി 12 ഈ ഒരു ടൈം ഉണ്ടല്ലോ, 12 മണി 1 സെക്കൻഡ്, അത് മുതൽ പിറ്റേ ദിവസം 11:50 ഈ ഒരു ടൈം വരെ, ഇനി അതിന്റെ ആ സെക്കൻഡ് നിങ്ങൾ എടുക്കരുത് കേട്ടോ, 1 സെക്കൻഡ്. ഇത്രയും ടൈം മുഴുവൻ അയാൾ വർക്കിംഗ് ആ. ഈ ഒരു വർഷം മുഴുവൻ, ഈ ഒരു വർഷം അവസാനം വരെ എല്ലാ ദിവസവും രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം 12 മണി മുതൽ ആ വർഷ അവസാനം 12 മണി വരെ അവരെന്താണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ, പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ആണ്. പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്താണ്? ഇൻകം ആണ്. അപ്പൊ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ഇൻകം ഏൺ ചെയ്ത് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് ഈ വർഷം തന്നെ കൊടുക്കാൻ കഴിയോ എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് 24-25 എന്ന ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ സെക്കൻഡ് വരെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് 24-25 പ്രോഫിറ്റ് കൊടുക്കാൻ കഴിയോ ഇല്ല? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, കഴിയോ ഇല്ലേ? കണക്കൂട്ടി അപ്പൊ തന്നെ പിരിച്ചുവിട്ട് കണക്ക് റെഡിയാക്കാൻ കഴിയോ ഇല്ലേ? അതാണ് എനിക്കറിയേണ്ടത്. ഇല്ല. എന്തുകൊണ്ടാ? എടാ, കഴിയും തന്നെ കൂട്ടിക്കോ. നിങ്ങളടുത്ത് വന്നിട്ട് ഗവൺമെന്റ് പറയാണേ ഇന്നത്തെ പൈസ ഇന്ന് തീരുമാനാക്കിയിട്ട് ഇവിടെ എണീറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് താല്പര്യപ്പെടുവോ? എന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കൂലേ?
അപ്പൊ സ്വാഭാവികമായിട്ടും കണക്കൂട്ടാൻ കഴിയൂല. അപ്പൊ ഇനി എന്താ ചെയ്യാം? ഈ വർഷത്തെ കണക്ക് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ ചെയ്യാം. പക്ഷെ ഫിനാൻഷ്യൽ ഇയർ മാറി, 2025-26 ഫിനാൻഷ്യൽ ഇയർ ആയി മാറി. അതായത് ഈ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒന്നും കൂടെ കാൽക്കുലേറ്റിനെ ഞാൻ കുറച്ചും കൂടെ പ്രൊഫഷണൽ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസസ് ചെയ്യുക. എന്ത് ചെയ്യുക? അസസ്മെന്റ് നടത്തുക. അപ്പോൾ അസസ്മെന്റ് നടത്തുന്ന വർഷത്തിന് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കും. അസസ്മെന്റ് ഇയറിന്റെ മുൻപത്തെ വർഷത്തിന് നമ്മൾ എന്ത് വിളിക്കും? പ്രീവിയസ് ഇയർ എന്ന് വിളിക്കും. അപ്പൊ ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നു, അസസ്മെന്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് കൊടുക്കുന്നു. എന്താ ഇപ്പൊ പറഞ്ഞത്? പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നു, അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു. അപ്പൊ എന്താ പ്രീവിയസ് ഇയർ? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ the year in which the assessee earns income. ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിന് നമ്മൾ എന്ത് വിളിക്കും? പ്രീവിയസ് ഇയർ എന്ന് വിളിക്കും. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാലോ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കും. ഇതാണ് അതിന്റെ ക്രക്സ്. പക്ഷെ ആക്ട് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ തുടങ്ങി മാർച്ച് 31 വരെയുള്ള 12 മാസത്തിന് അസസ്മെന്റ് ഇയർ എന്ന് പറയും. ഈ അസസ്മെന്റ് ഇയറിന്റെ മുൻപുള്ള വർഷത്തിന് പ്രീവിയസ് ഇയർ എന്നും പറയും. ആക്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. പക്ഷേ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷം. ആ വർഷം തന്നെ ജനറലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതിന്റെ മുൻപത്തെ വർഷം ഇൻകം ഏൺ ചെയ്യുന്ന വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂല. ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞ അടുത്ത വർഷം മുതലേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിന് പ്രീവിയസ് ഇയർ എന്നും ഇൻകം നമുക്ക് എന്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് അസസ്മെന്റ് ഇയർ എന്നും വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഇത് ക്ലിയർ ആണോ അല്ലേന്നൊന്ന് കമന്റ് ചെയ്യാം പെട്ടെന്ന്. ഈ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണെന്ന് മനസ്സിലായോ എന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. യെസ്, ക്ലിയർ. യെസ്. ഇന്നൊക്കെ നമ്മുടെ അത്യാവശ്യം ആളുകൾ, പകുതിയോളം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷം. ബാക്കിയുള്ള ആളുകളും കൂടെ നമ്മളെ കൂടെ വരിക കേട്ടോ. നിങ്ങൾ പല തിരക്കിലായിരിക്കും എനിക്കറിയാം, എന്നാലും മാക്സിമം എന്ത് ചെയ്യാം, വരിക. നമുക്ക് ലൈവ് ക്യുമുലേറ്റ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് കിട്ടൂല. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഇയറിലുള്ള ടാക്സ് നമ്മൾ കൊടുക്കുക അടുത്ത വർഷത്തിലാണ്. അത് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് അസസ്മെന്റ് ഇയർ എന്ന് പറയും. അത്രേ ഉള്ളൂ അതിൽ. ഇനി നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം ഏത് വർഷമാണ് ടാക്സ് കൊടുക്കുക? അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുക. എന്താ പറഞ്ഞത്? നോർമൽ കേസിൽ അല്ലെങ്കിൽ ജനറലി പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് എപ്പോഴാ ടാക്സ് കൊടുക്കുക? പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ടാക്സ് കൊടുക്കുക അസസ്മെന്റ് ഇയറിലാണ്. പക്ഷേ 5 സന്ദർഭങ്ങളുണ്ട്. എത്ര സന്ദർഭങ്ങളുണ്ട്? 5 സന്ദർഭങ്ങളുണ്ട്. ഈ 5 സന്ദർഭങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണം. എന്താ പറഞ്ഞത്? നോർമൽ കേസില് പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയർ ആയ അടുത്ത വർഷമാണ് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ 5 സന്ദർഭങ്ങളുണ്ട്. ആ 5 സന്ദർഭങ്ങളിൽ പ്രീവിയസ് ഇയറിൽ എന്ത് ഇൻകം ഏൺ ചെയ്തോ അതിന് പ്രീവിയസ് ഇയറിൽ തന്നെ പിടിക്കും. അതായത് ചില ആളുകളുണ്ട്, അവരെ ഗവൺമെന്റ് അപ്പൊ തന്നെ പിടിച്ചേ വിടുള്ളൂ. അതാരെ? ഉടായ്പന്മാരെന്ന് തോന്നണല്ലോ. എല്ലാ ഉടായ്പന്മാരും അല്ല കേട്ടോ. എല്ലാവരും ഉടായ്പെന്ന് പറയാനും പാടില്ല. പക്ഷെ ചില ഉടായ്പന്മാരെയും ചില സാഹചര്യം കൊണ്ട് പെട്ട ആളുകളെയും അങ്ങനെ പറയാൻ പറ്റും. ചില ഉടായ്പന്മാരെയും ചില സാഹചര്യവശാൽ പെട്ട ആളുകളെയും നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. ജനറൽ കേസ് എന്താടാ? പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുന്നു, ടാക്സ് അസസ്മെന്റ് ഇയറിൽ കൊടുക്കുന്നു. എന്നാൽ 5 സന്ദർഭങ്ങളുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണം. ഓക്കെ, ആ 5 സന്ദർഭങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ്.
ഒന്നാമത്തെ എന്താ? നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ്. ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയിൽ സ്ഥിരതാമസം ഇല്ലാത്ത ആളെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയിൽ സ്ഥിരതാമസം ഇല്ലാത്ത ആള്. നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ്, നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ അയാള് ഈ വർഷത്തെ ഇൻകത്തിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. എടാ ജസ്റ്റ് എല്ലാവരും ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ, എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ്സിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നത്? എന്നാൽ നോൺ റെസിഡന്റിന്റെ വിമാനത്തിന്റെ പരിപാടി, എയറോപ്ലെയിൻ ബിസിനസ് എന്താ പറയാത്തത്? ഷിപ്പിങ്ങിൽ എന്താ കൊണ്ടുപോവുക? കാർഗോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്നു. അതേ കാര്യം തന്നെയല്ലേ ഇതിലും ചെയ്യുന്നത്? എന്താ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് മാത്രം ഇങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് കത്തിയോ? എടോ നിങ്ങള് യൂട്യൂബിലൊക്കെ കടൽ ജീവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? സൈലർ എന്താ, റാസിക് ദ സൈലർ. യെസ്. അതായത് ഇവന്മാരൊക്കെ 5-6 മാസം ഒരേ കപ്പലിൽ എവിടെങ്കിലും ആയിരിക്കും. വിമാനം എന്ന് പോയാൽ ഒന്നെങ്കിൽ അവിടെ വിചാരിച്ചോടത്ത് എത്തും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും എത്തും, എവിടെങ്കിലും ഒന്ന് എത്തും. വായു നിൽക്കൂല വിമാനം. പക്ഷെ ഷിപ്പിന്റെ കേസില് ഇന്ന് പോയത്, ഞാൻ ചില ഇങ്ങനത്തെ കടലിലുള്ള ആളുകളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന കേൾക്കാം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് ഒരു അമേരിക്കൻ എന്താണ് ഷിപ്പാണെന്ന് കരുതുക, അമേരിക്കൻ ഷിപ്പാണെന്ന് കരുതുക. ഈ അമേരിക്കൻ ഷിപ്പ് ഇന്ത്യയിൽ വന്നു, അവര് ലോകം ചുറ്റി പോവാണ്. നമ്മുടെ ഇന്ത്യ ജസ്റ്റ് ഇന്ത്യ കൊച്ചി തുറമുഖത്ത് വന്നു, കുറച്ച് ചരക്ക് ഇവിടെ ഇറക്കി, കുറച്ച് ചരക്ക് ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഈ കൊണ്ടുപോയ ഏറി വന്നാൽ 2, 3, 4 ദിവസം ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവനോടെ അമേരിക്ക വിളിച്ചവനെ കിട്ടുമോ? കിട്ടിക്കൊള്ളണമെന്നില്ല. വേറെ എവിടെയും വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. ഇവൻ ഈ ഏതെങ്കിലും വെള്ളത്തിലായിരിക്കും. അപ്പൊ ഇവനെ പൊക്കാൻ കഴിയൂല. അപ്പോ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി 7% എന്താണോ ഫ്രൈറ്റ് ചാർജസ്, ആ ഫ്രൈറ്റ് ചാർജിന്റെ 7% ടാക്സ് അടിച്ചു പോയിക്കോളി. നിങ്ങൾ ലാഭാണോ നഷ്ടമാണോ എന്തോ നമുക്ക് മാറ്റർ അല്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഫ്രൈറ്റ് ചാർജ് എത്രയാണോ അതിന്റെ 7% ഇന്ത്യയിൽ ഇപ്പൊ തന്നെ തന്നു പോയിക്കോളൂ. ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാധനം എടുത്തു പോകണമെങ്കിൽ 7% അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിലെ അടക്കാൻ പറ്റുള്ളൂ. പക്ഷേ നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ ഇപ്പോ തന്നെ പൈസ അടച്ചേ പോകാൻ പറ്റുള്ളൂ. എത്ര അടക്കണം? 7%. എത്ര ശതമാനം? 7%. റെഡിയാണോ? ഈ പറഞ്ഞ എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്, ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഈ കാര്യം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ എല്ലാരും? പെട്ടെന്ന് ഓക്കെ ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ആള്, ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അതായത് ഇനി ഒരു കാര്യം കേട്ടോ, നമ്മൾ എക്സാമിന് ഇതെങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സന്ദർഭങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയും. എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്? എന്താ ആക്സിലറേറ്റ് ചെയ്യുക പറഞ്ഞാല്? നമ്മുടെ സാധാരണ ഉള്ള അസസ്മെന്റ് സ്പീഡ് കുറവാ, സ്ലോ അസസ്മെന്റാ. 24, 25 ഇൻകം എപ്പോഴാ വാങ്ങാ? 25, 26 വാങ്ങാം. സ്ലോ അസസ്മെന്റാ. ഇവിടെ നല്ല ആക്സിലറേറ്റർ കൊടുത്തിട്ടുള്ള എന്താണ് അസസ്മെന്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സ്പീഡാക്കി അസസ്മെന്റ് എന്നർത്ഥം. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞ കുറച്ച് കേസസ്, ആ കേസിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യും. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ശ്രദ്ധിക്കുക, സാധാരണ ഡയറക്റ്റ് ചോദ്യം എങ്ങനെ ഉണ്ടാവുക? പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ? വിച്ച് ആർ ദ കേസസ് വേർ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഇസ് ടാക്സ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു എക്സാമിന് ഞാൻ കണ്ടു ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് തന്നെ ചോദിച്ചു. ഭാഗ്യവശാൽ പിന്നെ CA ഒക്കെ മെറ്റീരിയലിൽ ആക്സിലറേറ്റഡ് അസസ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ അതും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ ചോദ്യം കൃത്യമായിട്ട് അങ്ങനെ തന്നെ 2021-24 ബാച്ചിൻ്റെലാണ് അവരുടെ ടാക്സിന്റെ സമയത്താണ് എൻ്റെ ഓർമ്മ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന ചോദ്യം തന്നെ വന്നു.
ഓക്കെ. അപ്പൊ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മറക്കുവോ? ആക്സിലറേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിട്ടുപോകൂടാ. എന്താ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താ ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ? PY ഇൻ PY. എന്താ? ഇതൊക്കെ നമ്മൾ റിവിഷന് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാട്ടോ. PY ഇൻ PY എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇരിക്കാത്തവനൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും എന്താ, പ്രീവിയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ, അത്രേ ഉള്ളൂ. പക്ഷെ റിവിഷൻ ഇതാണ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോ ഒറ്റടിക്ക് കത്തും. ചെറിയ ക്ലൂ മതിയാവും പല കാര്യങ്ങൾക്കും. അപ്പൊ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ. ഒന്നാമത്തെ സന്ദർഭം പറഞ്ഞു. രണ്ടാമത്തത്, വേറൊരാള്, ചില ആളുകളുണ്ട് നമ്മളെ ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഞാൻ എന്ന് വിസ കിട്ടുന്നോ അന്ന് ഞാൻ ഇനി ഇന്ത്യക്ക് തിരിച്ചേ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ എന്താണ്, നമ്മുടെ ഈ ഒരു സംസ്കാരവും കൾച്ചറും ഒന്നുമില്ല, ശരിയല്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. അതായത് പേഴ്സൺ ലിവിങ് ഇന്ത്യ. എന്താണ് പേഴ്സൺ ലീവിങ് ഇന്ത്യ? ഇന്ത്യന്ന് വെറുതെ പോകുന്ന ആളുകളല്ല കേട്ടോ, എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി പോകുന്ന ആളല്ല, പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. എടാ, പെർമനന്റ് ആയിട്ട് ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണെങ്കിൽ അയാൾ ഇനി ഇന്ത്യയിൽ പിടിച്ചാൽ കിട്ടുമോ? ടാക്സ് പിടിക്കാൻ കഴിയുമോ? അടുത്ത കൊല്ലം വന്നിട്ട് പിടിക്കാന്ന് പറഞ്ഞിട്ട് ഓഫീസർ നിൽക്കുകയാണെങ്കിൽ അവൻ അവന്റെ പണി നോക്കി പോകും. അപ്പോ സ്വാഭാവികമായിട്ട് ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ നിന്ന് പെർമനന്റ് ആയിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ പോകണം അപ്പൊ തന്നെ ടാക്സ് കൊടുക്കണം. ഇതെങ്ങനെ പെർമനന്റ് ആയി പോവാന്ന് മനസ്സിലാക്കുക? അതൊരു സ്വാഭാവിക ചോദ്യമല്ലടാ. ഒരാൾ ഞാൻ എല്ലാവരോടും ടാക്സ് ഒക്കെ വെട്ടിക്കാൻ പോവാണടാ എന്ന് പറഞ്ഞിട്ടാ പോവാ? വിജയ് മല്യ മുങ്ങിയ മാതിരിയാണ് പോവുക ചെയ്യുക. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ വിജയ് മല്യ ഉണ്ടാവില്ല, വിജയ് മല്യന്റെ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല. അതേപോലെ പോവാ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അസസിങ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ഉണ്ട്. ആരാ? ടാക്സ് പിടിക്കുന്ന ഓഫീസറെ നമ്മൾ തൽക്കാലം അസസിങ് ഓഫീസർ എന്ന് വിളിക്കാം. ഇപ്പൊ തൽക്കാലം അസസിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ, അസസ് നടത്തുന്ന ഓഫീസർ. ഈ ഓഫീസർ വിശ്വസിക്കുകയാണ്, റീസണബിളി ബിലീവ് ദാറ്റ്. എന്താണ്? അയാൾ റീസണബിളി വിശ്വസിക്കുകയാണ് ഇയാള് ഇനി ഇന്ത്യക്ക് വരൂല, ഇവന്റെ പോക്ക് കണ്ടിട്ട് ഇന്ത്യക്ക് വരാത്തൊരു പോക്കാണെന്ന് അസസിങ് ഓഫീസർക്ക് തോന്നുകയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാളെ പിടിക്കാന്ന്. അല്ലാതെ ഞാൻ പോകുന്നുണ്ട് എന്ന് അയാൾ വിളിച്ചു പറയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ചില നല്ല മനുഷ്യന്മാർ പറയട്ടോ. ഓക്കെ. അപ്പം പേഴ്സൺ ലീവിങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്ക് വിടുന്ന ആളുകളാണോ? അല്ല, പെർമനന്റ് ആയിട്ട് ഇനി ഇന്ത്യക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ പോവാണ്. ഒരു ഒടുക്കത്തെ പോക്ക് പോവാണ്. ആ ഒടുക്കത്തെ പോക്ക് പോണോന് അങ്ങനെ പോവാണ് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാൽ? നമ്മുടെ AOക്ക് ബോധ്യപ്പെട്ടാൽ. ആരാടാ AO? അസസിങ് ഓഫീസർ. അങ്ങനെയാണെങ്കിൽ അയാളെ അടുത്തുള്ള ഈ വർഷം ഏൺ ചെയ്ത ഇൻകത്തിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. ഈ വർഷം ഏൺ ചെയ്ത ഇൻകത്തിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. മറ്റൊരു വ്യക്തികളല്ല, AOP, BOR, AJP എന്നൊക്കെ പറയും. ഒന്നുമില്ല, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. 2, 3, 4 ആൾക്കാർ കൂടിയിട്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യാൻ പോവാണ്, കട നിർത്താൻ പോവാണ്, ഷോപ്പ് നിർത്താൻ പോവാണ്, കമ്പനി അവസാനിപ്പിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ അവര് അവസാനിക്കണമെന്ന് ഇനി എന്തെങ്കിലും കിട്ടുമോ? എപ്പോഴാണ് അവസാനിപ്പിക്കുക? എല്ലാം മുടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴല്ലേടാ അവസാനിപ്പിക്കുക. അപ്പൊ ഇനി അവന്റെ അടുത്തുനിന്ന് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാൻ നിന്നാ ടാക്സ് കിട്ടുമോ? കിട്ടൂടാ, കിട്ടൂല. അതുകൊണ്ട് എന്താണ് അയാളും ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. അടുത്തതാണ് ഞാൻ പറഞ്ഞ ഉടായിപ്പൻ. ആരാ ഉടായിപ്പൻ? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുകയാണ് ഒരാൾ എന്ന് കരുതുക. പ്രോപ്പർട്ടി അതായത് ഉദാഹരണം ഞാൻ കൃത്യമായിട്ടൊന്ന് പറയാം. അതായത് ഞാൻ 15 ലക്ഷം ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. 15 ലക്ഷം ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓരോ ഇൻകത്തിനും 30% ടാക്സ് കൊടുക്കണം. എന്നാൽ അതേസമയം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിയാഫ് സാർ എന്നായിക്കോട്ടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിയാഫ് സാർ. നിങ്ങളെ അക്കൗണ്ട്സ് ഫോർ മാനേജ്മെന്റ് എടുക്കുന്നത് നിയാഫ് സാർ ഇങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ ചെയ്താലും നിയാഫ് സാർ നല്ലൊരു മനുഷ്യന്. നിയാഫ് സാർ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ആളെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. നിയാഫ് സാറ് എന്നെ ഞാൻ കണ്ടിട്ട് നിയാഫ് സാറിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ഡിബഞ്ചർ ഉണ്ട്, 10 ലക്ഷം രൂപയുടെ ഒരു കമ്പനിയുടെ ഡിബഞ്ചറാണ്. ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്? കമ്പനി ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഡിക്ലെയർ ചെയ്യുമ്പോൾ 10,000 രൂപ, 10,000 ഒന്നും പോരല്ലേ, 10 ലക്ഷം അല്ലേ, 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് വരാനുണ്ട്. നിയാഫ് സാർ ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് കരുതുക, ഒരു 5 ലക്ഷം രൂപ ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. നിയാഫ് സാറിന് ഇപ്പൊ ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. ഈ 1 ലക്ഷം രൂപ നിയാഫ് സാറിന്റെ അടുത്തേക്ക് വന്നാലും നിയാഫ് സാറിന് ടാക്സ് ലയബിലിറ്റി വരൂല. കാരണം 87A റിബേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് 7 ലക്ഷം വരെ ഇൻകം വന്നാലും ടാക്സ് ഇല്ലാതെ കഴിച്ചിടാൻ പറ്റും. അങ്ങനെ ഈ 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ നിയാഫ് സാറിന് എന്ത് ചെയ്യൂല?
ടാക്സ് വരൂല. നേരെ മറിച്ച് എനിക്ക് എത്ര ലക്ഷം ഉണ്ട്? 15 ലക്ഷം ഉണ്ട്. അതിന് ഞാൻ ഓൾറെഡി 30% ടാക്സിന്റെ സ്ലാബിൽ നിൽക്കുന്ന ആളാണ്. ഈ 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി 30,000 രൂപ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. എന്നാ ഞാൻ എന്ത് ചെയ്തു? ആ ഡിബഞ്ചർ എന്റെ അടുത്തുനിന്ന് ഞാൻ നിയാഫ് സാറിന് ട്രാൻസ്ഫർ ചെയ്തു. എന്തിനാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരടുത്താണോ ഉള്ളത് അയാൾക്കാണ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുക. അല്ലാതെ ഇന്റെ അടുത്ത് 10 മാസം നിന്നിട്ട് അതുകൊണ്ട് എനിക്ക് 10 മാസത്തതും അങ്ങനെ കമ്പനി തരൂല. ആരടുത്താണോ ലാസ്റ്റ് ഉള്ളത് അയാൾക്ക് ആ കമ്പനി കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത് എന്തിനാ? ടാക്സ് വെട്ടിക്കാനാണ്. ഇങ്ങനെ വെട്ടിക്കൊന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു എന്ന് കരുതുക, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസർ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മുൻപ് ഒന്ന് കൊല്ലിക്ക് പിടിക്കും. ആ പൈസ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് പറയും. അതാണ് മറ്റൊരു കേസ്. ലാസ്റ്റ് കേസ് ഇതേ മൂന്നാമത്തെ കേസിന് ഈക്വൽ ആണ്. ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സോ പ്രൊഫഷനോ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ സന്ദർഭങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത് നോൺ റെസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് ആണ്. രണ്ടാമത്തത് ഇന്ത്യ പെർമനന്റ് ആയിട്ട് വിടുന്ന ആളാണ്. മൂന്നാമത്തെ കൊടുക്കട്ടെ. നാലാമത്തത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക. എന്ത്? ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിലും ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കണം. 3ഉം 5ഉം ഒന്നിച്ചു വായിക്കുക. ഇത് AOP, BOR, AJP, അതായത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സ്ഥാപനങ്ങളെ നമ്മൾ കമ്പനി എന്ന് വിളിക്കൂല, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കൂല. 3 ആൾ കൂടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിനൊപ്പം തൽക്കാലം അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനെ വിളിക്കുള്ളൂ. അത് തൽക്കാലം ഇപ്പൊ മനസ്സിലാക്കുക. AOPയും BOയും AJP ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഇതിനാണ് AOP, BOI എന്നൊക്കെ പറയാം. യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ വിളിക്കുക AJP എന്നാണ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാണ്? അവര് ബിസിനസ് നിർത്തിപ്പോവാൻ ചിന്തിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഈ ഇയറിൽ തന്നെ ചാർജ് ചെയ്യണം. ഇനി ബിസിനസ് ഓർ പ്രൊഫഷൻ ഒരാൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാന്ന് കരുതുക, അപ്പോഴും പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. എന്താ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെഡിങ്? എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു? എന്താ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. അപ്പൊ ജനറൽ കേസ് എന്താ? പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തു കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയർ ആയ അടുത്ത വർഷം ടാക്സ് കൊടുത്താൽ മതി. എന്നാൽ 5 കേസുകളുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. അതായത് 5 കേസ്. ഇപ്പൊ പറഞ്ഞ 5 കേസ് 172, 124 എന്നൊക്കെ പറഞ്ഞ ഇൻകം ടാക്സ് ആക്ട് അല്ലേ, അതിന്റെ ഓരോ സെക്ഷൻസ് ആണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മളെ 8:45 എന്ന് പറഞ്ഞ ടൈമും ആയിട്ടുണ്ട്. എന്തൊക്കെ ഇപ്പോൾ ചിരിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്തിനാ മനസ്സിലായില്ല. ഓക്കെ, നമ്മള് പിന്നെ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണ്? യെസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം നമ്മുടെ 3/4 മണിക്കൂർ എന്നുള്ളതിലേക്ക് ഞാൻ അവസാനിപ്പിച്ചിന്. ചിലപ്പോ ഒക്കെ ഈ 3/4 മണിക്കൂറിൽ അങ്ങോട്ട് തീരൂല കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ, എന്തായാലും മാക്സിമം ഇതിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കും. നമ്മുടെ റെക്കോർഡിങ്സ് കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ റെക്കോർഡിങ്സ് കുറച്ച് അധികം ലാഗാണ്, മീൻസ് ടൈം എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ റെക്കോർഡിംഗ് എന്തായാലും കട്ട് ചെയ്യുന്നുണ്ട്.